ഖുർആനിലും ബൈബിളിലും വചനമായി മാറിയ പ്രവാചകരിൽ ഒരാളാണ് അയൂബ് നബി. ഒമാനിലെ ഇസ്ലാമിക ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും കാത്തുസൂക്ഷിക്കുന്ന സലാലയിൽ അയൂബ് നബിയുടെ കബറിടം പ്രത്യേക പ്രാധാന്യത്തോടെയാണ് ഒമാൻ ഭരണകൂടം സംരക്ഷിച്ചു പോകുന്നത്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അയൂബ് നബിയെ ബൈബിളിൽ ഇയ്യൂബ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തൻ്റെ പൂർവികരായ ഇബ്രാഹിം, ഇസ്ഹാക്ക്, യാക്കൂബ് എന്നിവർ ആരാധിച്ചിരുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്ന അയൂബ് നബി ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായാണ് ഒമാനിലെ സലാലയിലും എത്തിയത്. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകരിൽ ഒരാളാണ് അയൂബ് നബി. ആദ്യമായി ഒരു പ്രവാചകന്റെ കബറിടം സന്ദർശിച്ച സന്തോഷത്തിലും ആത്മീയ ഉണർവിലുമാണ് മസ്കറ്റ് സുന്നി സെന്ററിനോടൊപ്പം കടന്നുവന്ന പലരും. അയൂബ് നബിയുടെ ചരിത്രം സിദ്ദീഖ് മനാനിയും ദാരിമി ഉസ്താദും റഫീഖ് ഉസ്താദും പല ഭാഗങ്ങളായി അവതരിപ്പിച്ചു തരുമ്പോൾ ഈ മഹനീയ ഭൂമിയിൽ എത്താതിരുന്നാലുള്ള നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഒപ്പമുണ്ടായിരുന്നു. മനസ്സിന് ഉണർവും ഉന്മേഷവും ലഭിക്കുന്ന ശാന്തതയാണ് ഈ മലമുകളിൽ അനുഭവപ്പെടുന്നത്. 12 വർഷമായി അയൂബ് നബിയുടെ പുണ്യഭൂമി കാണാൻ ഭാഗ്യം ലഭിച്ച അമീർ ബുഷറയും ഒമാനിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്ന കെബീറും നിരവധി തവണ ഈ മണ്ണിൽ സ്പർശിച്ചവരാണ്. കേരളത്തെ അതേപടി പകർത്തിയ മനോഹരമായ വഴിത്താരയിലൂടെ കടന്നു പോകുമ്പോൾ ലോകം പോലും അത്ഭുതപ്പെട്ടു പോയ അയൂബ് നബിയുടെ പുണ്യമക്ബറയിൽ എത്തിച്ചേരാം. ക്യാമറാന്മാരായ ഉനൈസിനും അനൂപിനുമൊപ്പം സജീർ, സലാല.